രാഹുൽ ഗാന്ധി ഇപ്പോൾ തേയില തുള്ളുന്നവരുമായിട്ട് സംസാരിക്കുന്നുണ്ട്. അതിൻ്റെ ദൃശ്യങ്ങൾ നമുക്കൊന്ന് കാണാം. ഇപ്പോൾ ഗ്ലൻമേരി എസ്റ്റേറ്റിലെ തൊഴിലാളികൾക്കൊപ്പം നമ്മുടെ രാഹുൽ ഗാന്ധിയെ പ്രതിപക്ഷ നേതാവ് ചെല്ലുന്ന ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ ഇപ്പോൾ കാണുന്നത്. അവിടെ കുറച്ച് തൊഴിലാളികളെ കണ്ട് അവിടേക്ക് ഇറങ്ങി സംസാരിക്കുകയാണ്. അവരുമായിട്ട് സംസാരിക്കുന്നു രാഹുൽ ഗാന്ധി ഇടുക്കിയിലുണ്ടായിരുന്നു. ഇന്നലെ കുട്ടിക്കാനത്താണ് രാഹുൽ ഗാന്ധി ഒരു പരിപാടിയിൽ പങ്കെടുത്തതിന് ശേഷം അവിടെ ഉണ്ടായിരുന്നു. അതിനുശേഷം ഇപ്പോൾ ഓക്കെ രാഹുൽ ഗാന്ധി തോട്ടം തൊഴിലാളികളുമായിട്ട് സംസാരിക്കുന്നു. രാഹുൽ സുരേഷ് ഉണ്ട്. രാഹുൽ സുരേഷ് ഇതുവഴി കടന്നു പോയപ്പോൾ തൊഴിലാളികളെ കണ്ട് അവിടെ നിർത്തിയപ്പോൾ മാധ്യമപ്രവർത്തകർ വരികയായിരുന്നു അല്ലേ? തീർച്ചയായിട്ടും ഒരു പീരുമേട്ടിലെ ഗ്ലൻമേരി എസ്റ്റേറ്റിലുള്ള തോട്ടം തൊഴിലാളികളുമായി സംവദിക്കുകയാണ് രാഹുൽ ഗാന്ധി. അതിന്റെ തത്സമയ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത്. അദ്ദേഹം ഇന്നലെ രാത്രി ഈ പീരുമേട്ടിനുള്ളിലെ ഈ എസ്റ്റേറ്റിൽ രാഹുലിനോട് അവർ പറയുന്നതും രാഹുൽ അവരോട് പറയുന്നതും ഡീൻ ട്രാൻസ്ലേറ്റ് ചെയ്യുന്നുണ്ട്. ഒന്ന് കൊടുക്ക മൈക്ക് ഒന്ന് അവിടെ കിട്ടുമെങ്കിൽ. കഷ്ടപ്പാടുകളൊക്കെ പറയുകയാണ് തൊഴിലാളികൾ. രാവിലെ മുതൽ വൈകുന്നേരം വരെ തേയില നുള്ളിയാൽ കിട്ടുന്നത് 450 രൂപയാണ്, 550 രൂപയാണ്. നല്ല വെയിൽ കൊള്ളേണ്ടി വരും, അത്രേ കിട്ടുന്നുള്ളൂ എന്നൊക്കെ ആയിരിക്കാം ഒരുപക്ഷെ പറയുന്നത്. ഡീനുമുണ്ട് ഒപ്പം, രാഹുൽ ഗാന്ധിക്കൊപ്പം. കെ സി വേണുഗോപാലിനെ കാണാം. എന്തോ കാര്യങ്ങളൊക്കെ ചോദിച്ചറിയുന്നുണ്ട്. ഓക്കെ തത്സമയ ദൃശ്യങ്ങളാണ് ഗ്ലൻമേരി എസ്റ്റേറ്റിൽ നിന്ന്. പീരുമേട് ഗ്ലൻമേരി എസ്റ്റേറ്റിലെത്തിയ രാഹുൽ ഗാന്ധി അവിടുത്തെ തൊഴിലാളികളെ കാണുകയാണ്. തൊഴിലാളികൾക്കൊപ്പം നിൽക്കുന്നു. തേയില നുള്ളുന്നുണ്ട് രാഹുൽ ഗാന്ധി. തേയില നുള്ളൂ ഇല്ല, തേയില നുള്ളുന്നത് കാണിച്ചു കൊടുക്കുകയാണ്. നുള്ളിയ തേയിലകൾ കാണിച്ചു കൊടുക്കുകയാണ് ലൈവായിട്ട്. ഇതാണ് തേയില നുള്ളി, അതിൻ്റെ കിളുന്നുണ്ടല്ലോ, ഇതാണ് നുള്ളി എടുക്കുന്നത് എന്നുള്ളത് കാണിച്ചു കൊടുക്കുകയാണ്. അതിൻ്റെ ഏറ്റവും തളിരിലയാണല്ലോ, തേയിലയുടെ തളിരിലയാണ് നുള്ളി എടുക്കുന്നത്. അങ്ങനെ നുള്ളി എടുക്കുന്നത് ഇതാണ് രാഹുൽ ഗാന്ധിയുടെ കയ്യിൽ. ഇതാണ് തളിരില. എല്ലാ ഇലയും പറിച്ചെടുക്കത്തില്ല, ഈ ഇല മാത്രമേ പറിച്ചെടുക്കൂ. അതാണ് ഏറ്റവും നല്ല ക്വാളിറ്റി ഉള്ള ഇല എന്ന് പറയുന്നതായിരിക്കും. ഇതെങ്ങനെ തിരിച്ചറിയാൻ പറ്റും എന്നൊക്കെ ആയിരിക്കും ഒരുപക്ഷെ സുരേഷ് ഗോപി ചോദിക്കുക. രാഹുൽ ഗാന്ധി ചോദിക്കുക. ഇത് കറുപ്പായതുകൊണ്ടാണോ കുറച്ചുകൂടെ കളർ? After 20 days it become black. 15 நாளைக்கு முன்னாடி எடுத்தா இது 15 நாள். 15 days before only we will leave. This is 15 நாள் பின்னாடி. But if she's, what I'm trying to understand, if she's looking at one plant, how does she know which leaf to pick? so because of color, she can identify with color. Tell me which, like for example, here. എങ്ങനെയാണ് തിരിച്ചറിയാൻ പറ്റുക? ഒന്ന് അവരെ പറിക്കാൻ പറ്റുന്നതല്ലേ, എങ്ങനെ തിരിച്ചറിയും? അതിന്റെ നിറം നോക്കിയിട്ട് പറ്റും എന്നാണ് പറയുന്നത്. അതൊന്ന് കാണിച്ചു കൊടുക്കുകയാണ് രാഹുൽ ഗാന്ധിയെ. കാരണം നമുക്കും തോന്നാറുള്ളൊരു സംശയമാണല്ലേ രാഹുൽ ഗാന്ധിക്ക് തോന്നിയത്. നമ്മൾ വിചാരിക്കും ആ ഇലയെല്ലാം പറിച്ചുകൊണ്ട് പോയാണോ? അങ്ങനെയല്ല, ഇലയെല്ലാം പറിച്ചുകൊണ്ട് പോയാൽ അത് തേയിലയാവൂല. അതിന് കൊളുന്ത് വേണം കൊണ്ടുപോകാൻ. കൊളുന്ത് നുള്ളുക എന്നാണല്ലോ പറയുക. ആ കൊളുന്ത് 20 ദിവസം കഴിയുമ്പോഴേക്ക് കറുത്ത നിറമായിട്ട് മുറിവ് വല്ലതും പറ്റാറുണ്ടോ ചെയ്യുമ്പോ? ഓക്കെ. What is the injury? How do they get injured? Because they will use scissor, the knife. Scissor they will use For cutting this. ഇത് അതുണ്ടോ കയ്യില്? കത്രിക ഇവിടെ തേയിലച്ചെടിയിലെ കൊളുന്ത് നുള്ളാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന കത്രിക ഇത് എങ്ങനെയാണ്? കത്രിക വെച്ചാണോ കൈ വെച്ചാണോ
എന്ന് ചോദിക്കുന്നുണ്ട്. ശരിക്കും ലൈവായിട്ടൊന്ന് രാഹുൽ ഗാന്ധിക്ക് അത് കാണിച്ചു കൊടുക്കാമായിരുന്നു. നമ്മളത് ലൈവായിട്ട് പണ്ടെടുത്ത് ഷൂട്ട് ചെയ്തിട്ടുണ്ട്. ഈ തൊഴിലാളികൾ കത്രിക വെച്ച് ഇങ്ങനെ തേയില ഉള്ളിയിട്ട് അത് 33 രൂപ കൊണ്ട് ജീവിക്കാൻ പറ്റുമോ? ബാഗ് ശമ്പളം കിട്ടുന്നുണ്ട്. They are asking how can they survive with these 533 rupees per day? 533 നമ്മൾ പറഞ്ഞില്ലേ 530 രൂപയേ ഉള്ളൂ. എന്തുകൊണ്ടാണ് ഇത്രയും സന്തോഷം എന്നിട്ടും ഇത്രയും വിഷമമുണ്ടായിട്ടും? Because of CHU. No, but suppose I'm not here, they still positive. No. They are getting job every day. Oh, this is one. Show it. ഓക്കെ, രാഹുലിനെ കാണിച്ചു കൊടുക്കുകയാണ് എങ്ങനെയാണ്. ഓ, സാധാരണ നമ്മൾ ഈ ഗാർഡനിങ്ങിലൊക്കെ കണ്ടിട്ടുള്ള ആ പോലെയുള്ള വലിയൊരു കത്രികയുണ്ട്. ആ കത്രിക അല്ല കേട്ടോ, അത് കത്രികയുടെ അടിയിൽ തന്നെ അത് കട്ട് ചെയ്താൽ അതിലേക്ക് വീഴുന്ന സംവിധാനമുണ്ട്. മുറിച്ചിട്ടില്ലത് പുറിയുന്നില്ലല്ലോ. This is already done. ഓക്കെ, പീരുമേട് ഗ്ലെൻ എസ്റ്റേറ്റിൽ രാഹുൽ തേയില തൊഴിലാളികൾക്കൊപ്പം കാണിച്ചു കൊടുക്കുകയാണ്. അമ്മമാരായിട്ടുള്ള തേയില തൊഴിലാളികൾ രാഹുൽ ഗാന്ധിയുമായി പീരുമേട് ഗ്ലെൻ മേരി എസ്റ്റേറ്റിൽ നിന്നുള്ള തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. എങ്ങനെയാണ് തേയില നുള്ളുന്നത്? ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകർക്ക് സംശയമുള്ളത്. നമ്മളൊക്കെ കുട്ടിക്കാലത്ത് സംശയിച്ചിട്ടുണ്ട്, ഓ ഇത്രയും തേയില ചെടി ഉണ്ടായിട്ട് എന്തിനാണ് ഇവർ ഈ 2-3 ഇല മാത്രം പിച്ചിക്കൊണ്ട് പോകുന്നത്? ആ ഇലയൊക്കെ അങ്ങ് പറിച്ചുകൊണ്ട് പോയാൽ പോരെ എന്ന് ചോദിക്കും. അങ്ങനെയല്ല, തേയില നുള്ളുന്നതിന് ആ കൊളുന്താണ് നുള്ളുക. പണ്ട് ഈ നുള്ളിയാണ് എടുത്തോണ്ടിരുന്നെങ്കിൽ ഇപ്പോൾ അത് മെഷീൻ ഇങ്ങനെ കട്ട് ചെയ്യുമ്പോൾ തന്നെ കട്ട് ചെയ്ത് അതിൻ്റെ ചെറിയൊരു ഭാഗമുണ്ട്, അതിലേക്ക് വന്ന് വീഴും. എന്നിട്ടാണ് ഇതെടുത്ത് മാറാപ്പിലേക്ക് ഇടുക. അതെങ്ങനെയാണത്? പ്രത്യേകിച്ച് രാഹുലിനത് കാണണമെന്നുണ്ട്. അവിടെ പീരുമേട്ടെ ഗ്ലെൻമേരി എസ്റ്റേറ്റിലെത്തി രാഹുൽ ഗാന്ധി തൊഴിലാളികളുമായിട്ട് സംസാരിക്കുന്നു. 530 രൂപയാണ് ആകെ ഒരു ദിവസം കിട്ടുക. എന്നിട്ട് നിങ്ങൾക്ക് എന്താണ് ഇത്ര സന്തോഷമെന്ന് ചോദിക്കുന്നു. അതാണ് നമ്മൾ കണ്ടത്. 530 അത്രയേ ഉള്ളൂ. വളരെ ബുദ്ധിമുട്ടാണ് അവിടുത്തെ തേയിലത്തൊഴിലാളികളുടെയൊക്കെ കാര്യം. പ്രേക്ഷകർക്ക് അറിയാവുന്നത് പോലെ തന്നെ കാലങ്ങളായിട്ട് അങ്ങനെ തന്നെയാണ്. പക്ഷേ 530 രൂപ എന്ന് പറയുമ്പോഴും അവർ ഉള്ളത് കൊണ്ട് സമാധാനത്തിൽ കഴിയുന്നു എന്നുള്ളതാണ്. അതും നല്ല ചൂടാണ്. രാവിലെ 10 മണി മുതൽ 3 മണി വരെ ഈ ചൂടത്ത് നിന്ന് ഈ തലയിൽ ഇതൊക്കെ ഇട്ട് അവർ പണിയെടുത്തുകൊണ്ടിരിക്കുന്ന മനുഷ്യരാണ്. നമുക്കൊക്കെ പോകുന്ന സമയത്ത് പലപ്പോഴും അത്ഭുതം തോന്നിയിട്ടുണ്ട്. പല സ്ഥലങ്ങളിൽ നിന്നൊക്കെ വന്ന ആൾക്കാർ ഈ തേയില തുള്ളുന്നവരായിട്ടൊക്കെ വേഷം ഇട്ടിട്ട് ഫോട്ടോ ഒക്കെ എടുത്തിട്ട് പോകും. ഭാര്യയും ഭർത്താവും കൂടെ തേയില തുള്ളുന്നവരായിട്ട് നിന്ന് ഫോട്ടോ എടുത്തിട്ടൊക്കെ പോകുന്ന ആൾക്കാരെ കണ്ടിട്ടുണ്ട്. അത് വേറൊരു രസം. പക്ഷേ എന്നാൽ പോലും അവരുടെ പ്രാരാബ്ദം ഒരിക്കലും നിങ്ങൾക്ക് അറിയാൻ പറ്റില്ല. നിങ്ങൾക്ക് അവരുടെ വേഷം ധരിക്കാൻ പറ്റുമായിരിക്കും, പക്ഷേ അവരുടെ സങ്കടമോ അവരുടെ ജീവിതത്തിൻ്റെ പ്രാരാബ്ദമോ അവരാ വെല്ലുവിളിയെ മറികടക്കുന്നതോ ഒന്നും നമുക്ക് പറ്റില്ല. നമ്മളൊക്കെ ആണെങ്കിൽ തകർന്ന് തരിപ്പണമായി പോകും. കാര്യം അങ്ങനെയുള്ള പ്രാരാബ്ദങ്ങൾക്കിടയിൽ അവർ ജീവിക്കുന്നത്. ഈ 530 രൂപ 560 രൂപ ഉണ്ട്. അതാണ് തേയിലത്തൊഴിലാളികളുടെ അവസ്ഥ. എന്തായാലും രാഹുൽ ഗാന്ധി ഇടയ്ക്ക് വന്നതുകൊണ്ട് ഇതൊക്കെ പറയാനുള്ളൊരു സാഹചര്യം കിട്ടി. ഗ്ലെൻമേരി എസ്റ്റേറ്റിലാണ് രാഹുൽ ഗാന്ധി എത്തിയത്. ഇന്നലെ കുട്ടിക്കാനത്തായിരുന്നു രാഹുൽ ഗാന്ധി ഉണ്ടായിരുന്നത്.